എന്തുകൊണ്ടാണ് ഈ പ്രേമം വേണ്ടെന്ന് പറയാൻ കാരണം എന്നറിയോ? അത് ഉത്തരവാദിത്വമില്ലാത്ത കളിയാണ്. അത് എപ്പോഴും ഇട്ടേച്ചോടാൻ പറ്റും. പെണ്ണ് വിചാരിക്കും അല്ലാഹ് ഇവനെ കെട്ടാൻ പോവുകയാണ്, അപ്പൊ പിന്നെ അവൾ ഉള്ളത് മുഴുവൻ അപ്പുറം അങ്ങോട്ട് കൊടുക്കും. അവന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ വേറെ മേച്ചിൽപ്പുറം തേടി പോകും. അത് പുരുഷന്മാരുടെ പ്രകൃതം ബഹുഭൂരിഭാഗം അങ്ങനെയാണ്. പെൺകുട്ടികളുടെ ചിന്തകൾ അങ്ങനെ ആവണമെന്നില്ല. അവര് നിഷ്കളങ്കമായും ആത്മാർത്ഥമായും സ്നേഹിച്ചു തുടങ്ങി അങ്ങനെയൊന്നും ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിക്കോണമെന്നില്ല മോളെ. അത് നീ മനസ്സിലാക്കണം. ഇട്ടേച്ചു പോകും. വ്യഭിചാരത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചെന്ന് വരും, അതിന് അബോർഷൻ ചെയ്തെന്ന് വരും, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്തെന്ന് വരാം. ഹറാമുകൾ ആരംഭിച്ചു കഴിഞ്ഞു, മാനസികമായി തകരും. അവൻ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോയി, ഇനി എനിക്ക് നിന്നെ വേണ്ടാന്നൊരു മെസ്സേജ് കൂടെ വന്നാൽ അവൾ തകരും. ചിലർ ആത്മഹത്യയിലേക്ക് പോകും. ഇനി എനിക്ക് ഒരാളെ സ്വീകരിക്കാൻ കഴിയില്ല, എന്റെ മനസ്സിൽ ഒരാൾ കയറിക്കൂടി, ഇനി എന്റെ മനസ്സിന് ഒരാൾ ഉൾക്കൊള്ളാൻ ഒക്കെ ശരിയാണ്. കാം ഡൗൺ. റിയാലിറ്റി മനസ്സിലാക്കണം. അതങ്ങനെ സംഭവിച്ചു, വിട്. നിന്റെ ജീവിതം നിനക്ക് പരിശുദ്ധമാക്കാൻ ഇനിയും അവസരമുണ്ട്. തൗബ ചെയ്യ്, അല്ലാഹുവിലേക്ക് മടങ്ങുമോളെ. ഹലാലായ ഒരു ഭർത്താവിനെ നീ സ്വീകരിക്കുക. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്. It's a divine covenant. പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലിയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് നിക്കാഹ് എന്ന് പറഞ്ഞ സവ്വജ്തുക വൻകഹ്തുക എന്ന് പറഞ്ഞ് ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരി എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് അവളിൽ നിന്ന് ജനിക്കുന്ന മക്കളുടെ ഔദ്യോഗിക പിതാവ് ഇവനാണ്. അവളുടെ ഔദ്യോഗിക ഗാർഡിയൻ ഇവനാണ്. അവളെ രക്ഷിക്കേണ്ടത്, അവളെ സംരക്ഷിക്കേണ്ടത്, അവൾക്ക് ഇമോഷണൽ, ഫിസിക്കൽ, ഇക്കണോമിക്കൽ സ്ട്രെങ്ത് നൽകേണ്ടത് ഇവനാണ്, ഈ ഭർത്താവാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരു ഭർത്താവിന് കഴിയില്ല. നിക്കാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ കാമുകന് ഒഴിഞ്ഞുമാറുകൾ എളുപ്പമാണ്. റോഡ് സൈഡിൽ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ദീൻ പറഞ്ഞു, നിങ്ങൾ പ്രേമിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് പ്രേമിക്കുക. അതിനെ നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത്. അത് നിക്കാഹിലൂടെയാ. നിനക്ക് പ്രേമിക്കണോ? സീരിയസ് ആയിട്ട് പ്രേമിക്കുക. നിക്കാഹാകുന്നത് വരെ പ്രേമം. നിക്കാഹായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടേച്ചൂടുക. പിന്നെ ആ കുട്ടിയോട് പാതിരാവ് നേരം പുലരുന്നവരെ, ആ കുട്ടിക്ക് എക്സാമിന് പോലും പഠിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടാക്കിയിട്ട് ഫോൺ കോൾ ചെയ്തിട്ട് നേരം വെളുപ്പിച്ച് ഉറങ്ങാൻ പറ്റാണ്ട് കോളേജിൽ പോയി പഠനമൊക്കെ തകരാറിലായി അവസാനം നിക്കാഹാണ് കഴിഞ്ഞപ്പോ വിളിയില്ല, വർത്താനമില്ല, തിരിഞ്ഞോക്കലുമില്ല. ഇത് കള്ളത്തരമാണ്. അതുകൊണ്ട് പറഞ്ഞു, നിക്കാഹിന്റെ മുമ്പ് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. എന്തേ? അതൊക്കെ ബഡായിയാണ്. പലതും പറയാലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ലേ നമ്മളെ ഹണിമൂൺ നമ്മൾ ന്യൂയോർക്കിലായിരിക്കും. ഇവിടെ അമേരിക്ക വിസ പോയി സൗദിന്റെ വിസ എടുക്കാൻ വന്നിട്ട് ഒപ്പില്ല എന്നൊന്നും പഠിച്ചോനറിയാം. പക്ഷെ പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, നിന്നെ ഞാൻ അങ്ങനെ കൊണ്ടടക്കും, ഇങ്ങനെ കൊണ്ട്. അതുകൊണ്ട് ദീൻ പറഞ്ഞു, ഈ ബഡായി പറയാൻ വേണ്ടി നിങ്ങൾ വിവാഹത്തിന്റെ മുമ്പ് വർത്താനൊന്നും പറയണ്ട. നിക്കാഹ് ചെയ്തിട്ട് നീ പറയുന്നത് ഉത്തരവാദിത്വമുള്ള വർത്താനമാണ്, അതിന് വിലയുണ്ട്. അത് പറഞ്ഞാൽ മതി. അതിന്റെ മുമ്പ് വെറുതെ എന്തിനായി സ്വപ്നം പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനായി ഇല്ലാത്തത് പറഞ്ഞ് മോഹിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാമിന്റെ വീക്ഷണം എത്ര മനോഹരമാണ്. ഒരു പെൺകുട്ടിക്ക് ഉത്തരവാദിത്വമുള്ള ജീവിതം നൽകുക, ആ സംരക്ഷണം ഒരു പെൺകുട്ടിക്ക് ഗ്യാരണ്ടീഡാണ്. അഥവാ അവൻ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ മഹല്ല് കമ്മിറ്റി ഇടപെടും, പോലീസ് ഇടപെടും, കോടതി ഇടപെടും. വിവാഹം കഴിഞ്ഞാൽ അങ്ങനെയാ. കാമുകന് വല്ലതും ചെയ്യാൻ പറ്റുമോ? കാമുകിക്കും കാമുകനും അങ്ങോട്ട് എന്ത് ഉത്തരവാദിത്വം? കെയർലെസ്. അങ്ങനെ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ പിതൃത്വം പോലും ഇവന്റെ പേരിൽ ചേർത്താൻ കഴിയില്ല. ആ കുട്ടിക്ക് ആരുണ്ട് പിതാവായിട്ട്? ആ കുഞ്ഞിനെ ആര് പഠിപ്പിക്കും? ആര് വിദ്യാഭ്യാസം നൽകും? ആര് വിവാഹം ചെയ്തയക്കും? അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചതിന് ശേഷം കണ്ണു തുറക്കാനല്ല, അബദ്ധങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് കണ്ണു തുറന്ന് കാണാൻ.